ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വർഷയാണ് ഈ ചുരുക്കുന്ന ശ്രുതിയാണ്. ഈ സമയത്ത് വർഷ ശ്രുതിയുടെ അച്ഛൻ എവിടെയാണെന്നും അവിടെ എന്താണ് ജോലി എന്നൊക്കെ തിരക്കുന്ന സമയത്ത് ശ്രുതി ഓരോന്നും പറഞ്ഞ് തടി തപ്പുകയാണ് കേട്ടോ. പിന്നീട് വർഷയുടെ ചോദ്യം നിർത്തുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന വേഗം തന്നെ ശ്രുതി പറയുന്നുണ്ട് വായടയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വർഷ വേഗം തന്നെ മിണ്ടായിരിക്കുകയാണ്. അപ്പം തന്നെ ശ്രുതി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ല ലിപ്സ്റ്റിക് ഇടാനായിട്ടാണ് വായടച്ചതെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവിടെ ഒന്ന് പേടിക്കണം, ഇവള് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം അത് ശ്രുതിക്ക് തന്നെ നാശം ഉണ്ടാക്കുമെന്ന് ശ്രുതിക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീട് ഇവരുടെ സംസാരം എന്നത് സച്ചിയെ രേവതിയെക്കുറിച്ചായിട്ടോ. സച്ചി ഒരു വെള്ളടിയനാണെന്നും സച്ചിയുടെ കൂടെ ജീവിക്കുന്ന രേവതിയെ സമ്മതിക്കണമെന്നൊക്കെ വർഷ പറയുന്ന സമയത്തും ഇതെല്ലാം തന്നെ ശരിവെക്കുകയാണ് ശ്രുതി. മാത്രമല്ല കുറച്ചധികം കുറ്റങ്ങളും കൂടി രേവതിയെക്കുറിച്ചും സച്ചിയെക്കുറിച്ചും നമ്മുടെ ശ്രുതി വർഷയോടായിട്ട് പറയുന്നുണ്ട്. അവസാനം വർഷ പറയുകയാണ്, നമ്മൾ സിസ്റ്റേഴ്സ് അല്ലേ, അതുകൊണ്ട് തന്നെ രേവതി ചേച്ചി എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിരിക്കണം. കാരണം രേവതി ചേച്ചിക്ക് ഇതിന് നല്ലൊരു ബന്ധം കിട്ടും. രേവതി ചേച്ചിയുടെ ഭർത്താവിനെ പോലത്തെ ഒരാളെയല്ല രേവതി ചേച്ചി കിട്ടേണ്ടത് എന്നൊക്കെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പുറത്ത് നിന്ന് ഇതെല്ലാം ശ്രുതി കേൾക്കുന്നത് കേട്ടോ. വേഗം ശ്രുതി ചിന്തിക്കുന്നുണ്ട്. വന്ന ഉടനെ തന്നെ ഇവള് രേവതിനെ സച്ചിനെയും അകറ്റുന്ന കാര്യത്തെക്കുറിച്ച് അവളെ സംസാരിക്കുന്നത് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇവർ പറയുന്നത് മാറി നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ശ്രുതി പറയുന്നത്, അയ്യോ ഞാൻ ഐലൈനർ എടുക്കാൻ മറന്നുപോയി, അതെടുത്തുകൊണ്ട് ഇപ്പം തന്നെ വരാട്ടോ, കുറച്ചും കൂടി ടച്ചപ്പേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുക. അപ്പോൾ ഇതെല്ലാം കേട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിക്ക് പേടി. കാരണം കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ വർഷയായിട്ട് തന്നെ ഇവരുടെ ഇടയ്ക്കുള്ള ബന്ധം പിരിക്കാനായിട്ട് ശ്രമിച്ചാലോ എന്നുള്ള പേടി കാരണം തന്നെ ശ്രുതി പോയതിൻ്റെ തൊട്ടുവരെ തന്നെ ശ്രുതി റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ അവൾക്ക് വെറുതെ മേക്കപ്പ് ചെയ്യുന്നത്, ആരുടെയൊക്കെ മേക്കപ്പ് ചെയ്താലും നിൻ്റെ അത്രയും വരില്ല, ഇവിടെ മരുമക്കളിൽ ഏറ്റവും സുന്ദരി നീയാണ് എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ഐസ് വയ്ക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അല്ല കാര്യമായിട്ട് എന്നെ പറഞ്ഞത്, പിന്നെ അവളോട് വലിയ കമ്പനിയൊന്നും വേണ്ട കേട്ടോ ആ വർഷയോടെ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ വന്നു കയറിയ സമയത്ത് തന്നെ അവൾ സംസാരിക്കുന്നത് സച്ചിയെയും രേവതിയെയും അകറ്റാനാണെന്ന് പറയുമ്പോഴത്തേക്കും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത്, എൻ്റെ ഭാര്യയെ പോലെ നല്ലവളായ ഭാര്യ ആരും തന്നെ ഇല്ല, അതുകൊണ്ട് നീ അവളുമായിട്ട് വലിയ കമ്പനിക്കൊന്നും പോകണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ആ ഒരു കമ്പനി നല്ലതാണ് ശ്രുതി, കാരണം അവളൊരു പണക്കാരനായ ആളുടെ മകളാണ്, ആ ഒരു കമ്പനി മൂലം നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കില്ല, പിന്നെ അവളോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ അകത്ത് നിന്നാൽ രേവതിയും വർഷയും തമ്മിൽ അടുക്കും, അത് പാടില്ല, അതെനിക്ക് ദോഷമാണ് എന്നൊക്കെ നമ്മുടെ ശ്രുതി പറയാണ് കേട്ടോ. അതിനുശേഷം ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും ശ്രുതിക്കൊരു ബിസിനസ്സും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ശ്രീകാന്തും വർഷയും പുതിയ കാറ് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശ്രുതിയുടെ ഷോപ്പിൽ നിന്ന് തന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി അത് ഞെട്ടുകയാണ്. എന്നിട്ട് പറയുകയാണ്, അത് വേണ്ട, കാരണം അവരെൻ്റെ ഷോപ്പിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ലാഭമൊന്നും കിട്ടില്ല, എൻ്റെ അനിയനല്ലേ, എനിക്കങ്ങനെ അത് പൈസ പറഞ്ഞ് മേടിക്കാൻ പറ്റുമോ, അതുമാത്രമല്ല ഞാൻ ഓട്ടോയിൽ പോകുന്നു, എൻ്റെയും കാറിൽ പോകുന്നു, അതൊക്കെ നാണക്കേടല്ലേ ശ്രുതി, നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ടോ, ശരിയാ, നമുക്ക് ലാഭമില്ലാത്ത ബിസിനസ് നമ്മൾ എന്ത് ചെയ്യണം, അവർ വേറെ എവിടെ നിന്ന് കാർ എടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ശ്രുതി പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വർഷയോടായിട്ട് ഇപ്പം നിന്നെ കാണാൻ നല്ല മണവാട്ടി പെണ്ണിനെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പോൾ അന്ന് ചേച്ചി എന്നെ കണ്ടപ്പോൾ ഇതൊന്നും തോന്നിയില്ലേ എന്ന് ചോദിക്കാനായിട്ട്. അപ്പം തന്നെ രേവതി പറയുന്നുണ്ട്, അന്ന് നീ സാരിയിലാണോ ചുരിദാറിലാണോ എന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോലും നിന്നില്ല, അന്ന് ഞാൻ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ലല്ലോ വന്നത്, പക്ഷേ ഇപ്പം നിന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു മണവാട്ടിയെ പോലെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് പ്ലേറ്റ് മടങ്ങി കിടക്കുന്നുണ്ട്. അത് ശരിയാക്കാണ് രേവതി. ഈ ഒരു സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വർഷയുടെ കൂടെ റൂമിൽ നിൽക്കുന്നത് രേവതിയാണെന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, നീ ഇവിടെ എന്തെടുക്കുക, നീ പോയി പാല് തിളപ്പിച്ചേ എന്ന് പറയുമ്പോഴത്തേക്കും പാല് തിളപ്പിക്കാൻ അധികം നേരം വേണ്ടല്ലോ അമ്മയെന്ന് ചോദിക്കാൻ കേട്ടോ. അന്നേരം പറയാണ്, അല്ല ഇത് ശ്രുതി മര്യാദയ്ക്ക് ഇട്ടിരുന്നല്ലേ, പിന്നെ നീ ഇതിനകത്തേക്ക് എന്തിനാ ഇനി മിൽക്കുമണി നടത്തുന്നത്, നീ എന്താ വലിയ ബ്യൂട്ടീഷ്യനാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി ഒന്നും തന്നെ മിണ്ടുന്നില്ല. അതിനുശേഷം രേവതിയായിട്ട് പറയുന്നുണ്ട്, പാലിൽ ബദാമും പിസ്തയും കുങ്കുമപ്പൂവും എല്ലാം നന്നായിട്ട് ചേർത്തോളണം, ഒന്നും ബാക്കി വെച്ചേക്കരുത്, മുഴുവനും എടുത്തോളണം, പിന്നെ നിൻ്റെ കുടുംബത്തിലെ ദാരിദ്ര്യം പിടിച്ച പോലെ ഇവിടെ ഉണ്ടാക്കരുത് എന്നൊക്കെ രേവതിയെ കുറ്റപ്പെടുത്തി രേവതിയെയും രേവതിയുടെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് രേവതിക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ രേവതി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. രേവതി പോയി കഴിയുമ്പോൾ തന്നെ വർഷ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഈ രേവതി എടുത്തിനെ കൊണ്ട് ഇത്രയധികം പണി ചെയ്യിപ്പിക്കുന്നത്, എനിക്കിതൊന്നും വേണ്ട, അതുമല്ല ഇത്രയും സാധനങ്ങളൊക്കെ ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ വല്ല അസുഖങ്ങളും വരുത്തിവെക്കും, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് സാരമില്ല മോളെ, ഇന്നത്തെ ചടങ്ങിന് ഇതൊക്കെ അത്യാവശ്യമാണ്, പിന്നെ എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ അവളോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ അവിടെ നിന്ന് പോവാണ്. എന്നാൽ വർഷയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. രേവതിക്ക് ഇവിടുത്തെ വീട്ടിൽ എന്താണ് സ്ഥാനമെന്നും എങ്ങനെയാണ് രേവതി ജീവിക്കുന്നതെന്നെല്ലാം തന്നെ വർഷയ്ക്ക് മനസ്സിലാവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് സച്ചിയാണ്. സച്ചിക്ക് വല്ലാതെ ദാഹിക്കുന്ന കാരണം സച്ചി അടുക്കളയിലേക്ക് വരികയാണ്. ഈ സമയത്ത് നമ്മുടെ രേവതി എല്ലാം കൂടി മിക്സ് ചെയ്ത് പാലവിടെ മൂടി വെച്ചിട്ടാണ് കേട്ടോ അച്ഛന് മരുന്ന് കൊടുക്കാനായിട്ട് പോയേക്കുന്ന സമയമാണ്. അടുക്കളയിൽ ആരും കാണാത്തത് കൊണ്ട് തന്നെ
സച്ചി വെള്ളം കുടിക്കാൻ ചെല്ലുമ്പോഴാണ് ഈ പാലിരിക്കുന്നത് കാണുന്നത്. അപ്പം സച്ചി ചിന്തിക്കുന്നുണ്ട്, കൊച്ചു കള്ളി, ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി പാലുണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലേ, പിന്നെ സാരമില്ല, ഞാൻ കുടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് വർഷയ്ക്കും ശ്രീകാന്തിനും വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന പാല് സച്ചി കുടിക്കുകയുണ്ടായി. അതിനുശേഷം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് രേവതിയെ കാണുന്നത്. അപ്പോൾ രേവതിയോടായിട്ട് പറയുന്നുണ്ട്, കയ്യൊന്ന് കാണിച്ച്, എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്തിന് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രേവതി പറയുന്നുണ്ട്, സച്ചിൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴത്തേക്കും അടുക്കളയിൽ കാച്ചി വെച്ചിരുന്ന പാല് താനെടുത്ത് കുടിച്ച കാര്യവും അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചൊക്കെ വർണ്ണിച്ച് പറയുകയാണ് കേട്ടോ സച്ചി. ഈ സമയത്താണ് ചന്ദ്രയ്ക്ക് കാര്യം മനസ്സിലാകുന്നത്, വർഷയ്ക്കും ശ്രീകാന്തിനും കാച്ചി വെച്ചിരിക്കുന്ന പാലാണ് നമ്മുടെ സച്ചി എടുത്ത് കുടിച്ചേക്കുന്നതെന്ന്. അപ്പം തന്നെ രൂക്ഷമായി തന്നെ രേവതിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തിനും വർഷയ്ക്ക് എടുത്തു വെച്ച പാലാണ് ഇവൻ കുടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ രേവതി അതേ എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, എന്ത്, ശ്രീകാന്തിനും വർഷയ്ക്ക് എടുത്തു വെച്ചിരുന്ന പാലരെ ഇങ്ങോട്ട് കയറ്റിയതേ തെറ്റ്, അതുകൂടാതെ എൻ്റെ റൂം കൊടുത്തത് അതിലേറെ തെറ്റ്, ഇപ്പം അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പാല് തിളപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി പറയുന്ന സമയത്ത് ചന്ദ്ര രേവതിയെ രൂക്ഷമായി തന്നെ നോക്കുകയാണ് കേട്ടോ. അന്നേരം ഈ ഒരു കാഴ്ച സച്ചി കാണുകയാണ്. സച്ചി വേഗം തന്നെ ചന്ദ്രയോട് പറയുന്നുണ്ട്, അവളെ എന്തിനാ രൂക്ഷമായിട്ട് നോക്കുന്നത്, അവൾക്കറിയില്ല ഞാൻ പാലെടുത്ത് കുടിച്ച കാര്യം, പിന്നെ ഇതിൻ്റെ പേരിൽ ഇതിനെ ആരും രേവതിനെ കുറ്റം പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ്. സച്ചി പോയിട്ട് തൊട്ടു പുറകെ തന്നെ രേവതിയും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ സംസാരത്തിനിടയിൽ ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചിയും രേവതിയും പോയി കഴിയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ഈ സച്ചി എൻ്റെ അമ്മ എങ്ങനെ ഒരു കൾച്ചർ ഇല്ലാത്ത പെരുമാറ്റം എന്ന് പറയുമ്പോഴത്തേക്കും അവൻ അങ്ങനെയാണ്, പിന്നെ മോളെ പാല് മാത്രമേ ഇനി ഇവിടെയുള്ളൂ, ബദാമും പിസ്തയും എല്ലാം തീർന്നു, മുഴുവനും ഞാൻ അതിലേക്ക് എടുത്തിടാനായിട്ട് അവളോട് പറഞ്ഞു. മോനെ ശ്രുതി, ഒന്ന് പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അമ്മ ഇത്ര യാത്രയായി, ഇനി പുറത്തേക്ക് പോകണോ, പറ്റില്ല, എനിക്ക് പോയി കടന്നിറങ്ങണം, വാ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണേ. ഇത് കാണിക്കുന്നത് ശ്രീകാന്ത് നേരെ സച്ചി കിടക്കുന്ന ടെറസിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ക്ഷമയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീകാന്തിനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം സച്ചി പറയുന്നുണ്ട്, നീ കാരണമാണ് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നത്, നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് വല്ലാതെ വിഷമാവുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടാ എനിക്ക് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ ഞാനായിട്ട് മനഃപൂർവ്വമായിട്ട് ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് പശ്ചാത്തപിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ചെറുപ്പത്തിൽ ഏട്ടൻ എന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം, എനിക്ക് വേണ്ടി ഏട്ടൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു, ആ ഏട്ടനല്ല ഇപ്പോൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, നീ പണ്ടത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്നെ വീഴ്ത്താൻ ശ്രമിക്കണ്ട, ഞാനൊട്ട് വീഴുകയുമില്ല, നീ ഇപ്പോൾ ശ്രീകാന്ത് എന്നെ കൺമുന്നിൽ നിന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്താണ് എന്നോട് ഇത്ര ദേഷ്യം, ഞാൻ എല്ലാത്തിനും ക്ഷമ പറഞ്ഞല്ലേ, എത്ര തവണ എന്നെ തല്ലി, എന്നിട്ട് ഞാൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എനിക്കിപ്പോൾ എന്നോടുള്ള സ്നേഹം കൂടുതലല്ലാതെ അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നോട് ക്ഷമിക്കാനാവില്ല, നീ കാരണമാണ് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കാരണമല്ല, സച്ചിയേട്ടും കാരണമാണ് ഹോസ്പിറ്റലിൽ അച്ഛൻ അഡ്മിറ്റ് ആയതെന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.